കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന്റെ ബേസിക് കൺസെപ്റ്റുകളും അതുപോലെ പോപ്പുലേഷൻ മീനിന്റെയും പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെയും ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളുമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോപ്പുലേഷൻ മീനിന്റെ സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 സിഗ്മ നോണും ആവുന്ന കേസിലുള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഡിഫൈൻ ചെയ്യാം. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിലാണ് എടുക്കുക. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അറ്റ്ലീസ്റ്റ്, മോർ ദാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ലെഫ്റ്റ് ടൈലോ റൈറ്റ് ടൈലോ ചൂസ് ചെയ്യും. പിന്നെയോ ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും ചൂസ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെഡ് കണ്ടെത്തുക. സെഡ് എങ്ങനെ കണ്ടെത്തുക? എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ, നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്തി എഴുതാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് ആൽഫ ബൈ 2 ചൂസ് ചെയ്യാം. ഇനി നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ലെഫ്റ്റോ റൈറ്റോ ആണെങ്കിൽ, ലെഫ്റ്റ് ടൈലിലോ റൈറ്റ് ടൈലിലോ ടെസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ആൽഫ നമ്മൾ ചൂസ് ചെയ്യാം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ടു ടൈലിൽ ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ഇനിക്വാലിറ്റി ചെക്ക് ചെയ്യണം? മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞ ഇനിക്വാലിറ്റി ചെക്ക് ചെയ്യാം. ഈ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. ഈ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുമെന്ന് പറയാം. ഇനി നമ്മൾ ലെഫ്റ്റ് ടൈലോ റൈറ്റ് ടൈലോ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇനിക്വാലിറ്റി എന്താണ്? മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ എന്ന ഇനിക്വാലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ട് അക്സെപ്റ്റഡ് എന്ന് പറയാം. ഈ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ട് റിജക്ട് ചെയ്യപ്പെടും എന്ന് പറയാം. സോ നമുക്കിനി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ മീൻ വെയിറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 100 is 64 gram. The standard deviation of the weight distribution of the population is 3 gram. Test the statement that the mean weight of the population is 67 gram at 5% level of significance. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമ്മൾ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ആ സാമ്പിളിന്റെ സൈസ് എത്രയാണ്? 100. അങ്ങനെയാണെങ്കിൽ ആ സാമ്പിളിന്റെ മീൻ വെയിറ്റ് എന്ന് പറയുന്നത് 64 ഗ്രാം ആണ്. ആ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 3 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് പോപ്പുലേഷന് മീൻ വെയിറ്റ് എന്ന് പറയുന്നത് 67 ഗ്രാം ആണോ അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ എന്നാണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഇവിടെ നമുക്ക് സാമ്പിൾ സൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? n is equal to 100 ആണ്. സാമ്പിളിന്റെ മീൻ എക്സ് ബാർ എത്രയാണ് തന്നിട്ടുള്ളത്? 64. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളത്, അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു 3 ആണ്. ഇനി പോപ്പുലേഷന്റെ മീന് 67 ആണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ മ്യൂ നോട്ട് ആണ് എന്ത്? 67. ഇനി ആൽഫ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എത്രയാണ്? 5% ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പിൾ സൈസ് n എത്രയാണ്? ഗ്രേറ്റർ ദാൻ 30 അല്ലേ? അപ്പൊ നമ്മളെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഡിഫൈൻ ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും എങ്ങനെയാ വരിക? മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്. മ്യൂ നോട്ട് ആരാണ്? 67. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്ങനെയാ നമ്മൾ ചൂസ് ചെയ്യാം? ക്വസ്റ്റ്യനിൽ ഇവിടെ എവിടെയെങ്കിലും ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ അറ്റ്ലീസ്റ്റോ അറ്റ്മോസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്യാം? മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിൽ അല്ലെ? മ്യൂ നോട്ട് ഇവിടെ 67 ആണ്. നമുക്ക് മ്യൂ നോട്ട് ഈക്വൽ ടു 67 കിട്ടി. ഇത് ഏത് ടെസ്റ്റ് ആണ്? ടു ടൈൽഡ് ടെസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെഡിന്റെ വാല്യൂ കണ്ടെത്തണം. സെഡ് ഈസ് ഈക്വൽ എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. എങ്ങനെയാ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താം? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിൽ സിഗ്മ നോൺ ആണ് അല്ലെ? അപ്പൊ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ സിഗ്മ ബൈ റൂട്ട് n ആണ്. സിഗ്മ എത്രയാണ്? 3 ആണ്. n എത്രയാണ്? 100. അപ്പൊ റൂട്ട് 100 വരും. അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എത്രയാണ്? 64 മൈനസ് മ്യൂ നോട്ട് 67 ഡിവൈഡഡ് ബൈ 3 ബൈ റൂട്ട് 100 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -10 എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ സെഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി.
ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ കണ്ടെത്തും. ആൽഫ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 5%. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ 2 ടൈൽ ടെസ്റ്റ് ആയത് കാരണം നമ്മൾ ആരെയാണ് കണ്ടെത്തേണ്ടത്? സെഡ് ആൽഫ ബൈ 2. ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്താണ്? 1.96 അല്ലെ? അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഫിഫ്ത്ത് സ്റ്റെപ്പ് കൺക്ലൂഷൻ ആണല്ലേ. കൺക്ലൂഷനിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 2 ടൈൽ ടെസ്റ്റ് ആയതുകൊണ്ട് മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ട് ഈസ് അക്സെപ്റ്റഡ് എന്ന് പറയാം അല്ലെ. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മോഡ് സെറ്റ് എന്താ വരിക? മോഡുലസ് ഓഫ് -10 വിച്ച് ഇസ് ഈക്വൽ ടു 10. മോഡ് സെറ്റ് 10 ആണ്, സെഡ് ആൽഫ ബൈ 2 1.96 ആണ്. അപ്പൊ എന്താ തമ്മിലുള്ള റിലേഷൻ? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 അല്ലേ. 10 ഗ്രേറ്റർ ദാൻ 1.96 ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, എച്ച് നോട്ട് റിജക്ട് ചെയ്യാന്ന് പറയാൻ മീനിങ് എന്താ? പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 67 ആവോ? എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു 67 അടുത്തത്. ഇത് റിജക്ട് ചെയ്തു പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു 67 ആവില്ല. ദാറ്റ് മീൻസ് മീൻ വെയിറ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് നോട്ട് 67. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ വരും. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A sample of 50 lenses used in eyeglasses yields a sample mean thickness of 3.05 millimeter and a sample standard deviation of 0.34 millimeter. The desired true average thickness of such lenses is 3.20 millimeter. Does the data strongly suggest that the true average thickness of such lenses is something other than what is desired? Test using alpha is equal to 0.05. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഐ ഗ്ലാസസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 50 ലെൻസസിന്റെ സാമ്പിൾ കൺസിഡർ ചെയ്തപ്പോൾ അതിന്റെ സാമ്പിൾ മീൻ തിക്നെസ് എന്ന് പറയുന്നത് 3.05 millimeter ആണ്. കൂടാതെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 0.34 millimeter ആണ്. അങ്ങനെയാണെങ്കിൽ അവർ പറയാണ്, ഇങ്ങനെ ഐ ഗ്ലാസസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ലെൻസസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈഡ് ട്രൂ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 3.20 millimeter ആയിരിക്കും. എന്നിട്ട് എന്താ ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്? Does the data strongly suggest that the true average thickness of such lenses is something other than what is desired? നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്നത് എന്താണ്? ഈ നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് തിക്നെസ് ഓഫ് ലെൻസ് എന്ന് പറയുന്നത് 3.20 millimeter ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്. എത്രയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുള്ളത്? 0.05. സോ ആദ്യം നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? n is equal to 50. സാമ്പിൾ മീൻ തിക്നെസ്, സോ x bar is equal to എത്രയാണ്? 3.05. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എസ് ഇസ് ഈക്വൽ ടു 0.34. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? പോപ്പുലേഷന്റെ മീൻ അവരെ അസ്യൂം ചെയ്തിട്ടുള്ളത് 3.20 millimeter ആണ്. സോ മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 3.20 ആണ്. പിന്നെ ആൽഫ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 0.05. ദാറ്റ് മീൻസ് 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെ. ഇനി നമുക്ക് നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണ്? 50 ഗ്രേറ്റർ ദാൻ 30 ആണ്. അപ്പൊ നമ്മൾ പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ചെയ്യണം n ഗ്രേറ്റർ ദാൻ 30 ആവുന്ന കണ്ടീഷനിൽ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എച്ച് നോട്ടും H1 ഡിഫൈൻ ചെയ്യണം. എച്ച് നോട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എച്ച് നോട്ട് എപ്പോഴും മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിലാണ് വരിക. മ്യൂ നോട്ട് ആരാണ്? 3.20. H1 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്യണം. ഇവിടെ എവിടെയും ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ അറ്റ്ലീസ്റ്റോ മോർ ദാനോ അങ്ങനെയുള്ള ടേംസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ H1 ചൂസ് ചെയ്യുക? മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്, ദാറ്റ് മീൻസ് 3.20. ഇത് ഏത് ടെസ്റ്റ് ആണ്? 2 ടൈൽഡ് ടെസ്റ്റ് ആണ് അല്ലേ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെറ്റിന്റെ വാല്യൂ കണ്ടെത്തണം. Z is equal to x bar minus mu naught divided by സ്റ്റാൻഡേർഡ് എറർ ആണ്. എങ്ങനെയാ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താം? ഇവിടെ നമുക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? S/√n. S എന്താണ്? 0.34 ഡിവൈഡഡ് ബൈ √n എത്രയാണ്? n equal to 50. അപ്പൊ √50. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നത് 3.05 മൈനസ് മ്യൂ നോട്ട് 3.20 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ 0.34 ബൈ √50, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി -3.12 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ സെറ്റിന്റെ വാല്യൂ കണ്ടെത്തി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ. ആൽഫ എന്ന് പറയുന്നത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ടേബിൾ വാല്യൂ കണ്ടെത്താം. ആൽഫ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ആണ്. നമ്മൾ എടുത്തിട്ടുള്ള 2 ടൈൽ ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് സെഡ് ആൽഫ ബൈ 2 ആണ് കണ്ടെത്തേണ്ടത്. സെഡ് ആൽഫ ബൈ 2 എന്താണ്? 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്താണ്? 1.96 ആണ്.
ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? കൺക്ലൂഷൻ. മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടു ടെയിൽ ടെസ്റ്റ് ആയതുകൊണ്ട് കൺക്ലൂഷൻ ഇങ്ങനെയാ വരിക അല്ലെ? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മോഡ് സെറ്റ് എന്താ വരിക? മോഡുലസ് ഓഫ് -3.12 വിച്ച് ഇസ് ഈക്വൽ ടു 3.12. സെഡ് ആൽഫ ബൈ ടു എന്താണ്? 1.96. എന്താ ഇവർ തമ്മിലുള്ള റിലേഷൻ വരിക? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ ടു എന്നല്ലേ വരിക? 3.12 ഗ്രേറ്റർ ദാൻ 1.96 ആണ്. സോ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ ടു എന്ന് വരിക. അപ്പൊ എന്താ കൺക്ലൂഷൻ വരിക? ഈ ഒരു ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്താലാണ് എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ ഈ ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ്. ഓക്കെ, എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞ മീനിങ് എന്താണ്? മ്യൂ എന്ന് പറയുന്നത് 3.20 അല്ല എന്നാണ് മീനിങ്. സോ ആവറേജ് thickness of the lens is not 3.20 millimeter. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A company claims that the mean thermal efficiency of diesel engines produced by them is 32.3%. To test this claim, a random sample of 40 engines were examined, which showed the mean thermal efficiency of 31.4% and standard deviation of 1.6%. Can the claim be accepted or not at 0.01 level of significance? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീസൽ എൻജിൻസിന്റെ മീൻ തെർമൽ എഫിഷ്യൻസി 32.3% ആണെന്ന് അവർ ക്ലെയിം ചെയ്യാണ്. എന്നിട്ട് നമ്മളോട് ഈ ക്ലെയിം ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഒരു 40 സാമ്പിൾസ് കൺസിഡർ ചെയ്ത സമയത്ത് ആ സാമ്പിൾ എൻജിൻസിന്റെ മീൻ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 31.4%ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.6%ഉം ആണ് കിട്ടിയത്. ഈ ഒരു ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ആ കമ്പനി ക്ലെയിം ചെയ്ത മീൻ തെർമൽ എഫിഷ്യൻസി 32.3% ആണോ അല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ക്വസ്റ്റിന് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഇവിടെ റാൻഡം സാമ്പിൾ ഓഫ് 40 എൻജിൻസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ n എന്താണ്? n ഈസ് ഈക്വൽ ടു 40 ആണ്. ഇനി ആ സാമ്പിളിന്റെ മീൻ തെർമൽ എഫിഷ്യൻസി എത്രയാണ്? 31.4%. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 31.4 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സോ എസ് ഇസ് ഈക്വൽ ടു 1.6% ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നമ്മള് ആ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഡീസൽ എൻജിൻസിന്റെ മീൻ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 32.3% ആണെന്നാണ്. സോ അവിടെ തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ ആണ്. മ്യൂനോട്ട് എന്ന് പറയുന്നത് 32.3. നമുക്ക് എന്ത് ചെയ്യണം? ഈ പോപ്പുലേഷൻ മീന് 32.3 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണ്? 40 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 30. സോ പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്കറിയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എച്ച് നോട്ടും H1 എഴുതണം അല്ലെ? എച്ച് നോട്ട് എന്താ വരിക? എച്ച് നോട്ട് എപ്പോഴും മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിലായിരിക്കും. മ്യൂ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 32.3 ആണ്. ഇനി H1 നമ്മുടെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്താ വരിക? ഇവിടെ ക്വസ്റ്റ്യൻ എവിടെയും ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ നോട്ട് ഈക്വൽ ടു 32.3 എന്ന് എഴുതാം. ഇത് ഏത് ടെസ്റ്റ് ആണ്? ടു ടെയിൽഡ് ടെസ്റ്റ് ആണ് അല്ലെ? ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെറ്റിന്റെ വാല്യൂ കണ്ടെത്തണം. Z is equal to x bar minus mu divided by standard error. എക്സ് ബാർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മ്യൂ നോട്ട് ആണ്. മ്യൂ നോട്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എറർ നമുക്ക് കണ്ടെത്തണം. സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു ഇവിടെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇക്വേഷൻ എസ് ബൈ റൂട്ട് n എന്ന് വരും. എസ് എന്താണ്? 1.6, n 40 ആണ്. സോ റൂട്ട് 40. ഇനി ഈ കാര്യങ്ങളൊക്കെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് ബാർ എന്താ വരിക? 31.4 മൈനസ് മ്യൂ നോട്ട് 32.3 ബൈ സ്റ്റാൻഡേർഡ് എറർ 1.6 ബൈ റൂട്ട് 40 എന്ന് വരും, വിച്ച് ഇസ് ഇക്വൽ അപ്രോക്സിമേറ്റ്ലി -3.557 ഇതായിരിക്കും വരിക. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ കണ്ടെത്തുക. ആൽഫ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.01% ആണ്. 0.01% എന്ന് പറഞ്ഞാൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ ടു 32.3 ടു ടെയിൽഡ് ടെസ്റ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് സെഡ് ആൽഫ ബൈ ടു ആണ് കണ്ടെത്തേണ്ടത്. കറസ്പോണ്ടിങ് സെഡ് ആൽഫ ബൈ ടുവിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ടേബിൾ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. 2.58 ആണ് സെഡ് ആൽഫ ബൈ ടുവിന്റെ വാല്യൂ. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ടു ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. ഇതല്ലേ കൺക്ലൂഷൻ വരിക. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം.
മോഡ് സെറ്റ് എന്താ വരിക? മോഡുലസ് ഓഫ് മൈനസ് 3.557 വിച്ച് ഇസ് ഈക്വൽ ടു 3.557. ഓക്കെ, മോഡ് സെറ്റും സെഡ് ആൽഫ ബൈ ടു തമ്മിലുള്ള റിലേഷൻ എന്താ? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ ടു അല്ലേ? ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എച്ച് നോട്ട് ഈസ് റിജക്റ്റഡ്. ഓക്കെ, എച്ച് നോട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ദാറ്റ് മീൻസ് എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യാണ് പറഞ്ഞ എന്താ മീനിങ്? യു ഈക്വൽ ടു 32.3 ആവില്ല. അതായത് നമ്മുടെ മീൻ തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ ഈസ് നോട്ട് ഈക്വൽ ടു 32.3%. അങ്ങനെ വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It has previously been recorded that the average depth of ocean at a particular region is 67.4 fathoms. Is there a reason to believe this at a 0.01 level of significance? If the reading at 40 random locations in that particular region showed a mean of 69.3 with a standard deviation of 5.4 fathoms. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു പർട്ടിക്കുലർ റീജിയണിലെ ആവറേജ് ഡെപ്ത് ഓഫ് ഓഷൻ എന്ന് പറയുന്നത് 67.4 ഫാത്തംസ് ആണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഈസ് ദർ എ റീസൺ ടു ബിലീവ് ദിസ് അറ്റ് 0.01 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? ഈ ആവറേജ് ഡെപ്ത് ഓഫ് ഓഷൻ എന്ന് പറയുന്നത് 67.4 ഫാത്തംസ് ആണെന്ന് ബിലീവ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. കൂടാതെ എന്ത് കാര്യം കൂടി തന്നിട്ടുണ്ട് ഇവിടെ? ആ പർട്ടിക്കുലർ റീജിയനിലെ 40 റാൻഡം ലൊക്കേഷൻസ് സെലക്ട് ചെയ്തപ്പോ നമുക്ക് മീൻ എന്ന് പറയുന്നത് 69.3യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 5.4 ഫാത്തംസും കിട്ടി. ഓക്കെ, ഇതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് ഡെപ്ത് ഓഫ് ഓഷൻ എന്ന് പറയുന്നത് 67.4 ഫാത്തംസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോ നമുക്ക് ആദ്യം ക്വസ്റ്റിന് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഇവിടെ നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് 40 റാൻഡം ലൊക്കേഷൻസ് ആണ് അല്ലെ? സാമ്പിൾ സൈസ് എത്രയാണ്? 40 ആണ്. ഈ 40 റാൻഡം ലൊക്കേഷൻസിന്റെ ബേസിൽ ആവറേജ് ഡെപ്ത് ഓഫ് ഓഷൻസ് കൺസിഡർ ചെയ്തപ്പോ നമ്മുടെ സാമ്പിളിന്റെ മീൻ എത്രയാണ് കിട്ടിയത്? 69.3. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് എത്രയാണ് കിട്ടിയത്? 5.4. പിന്നെ നമുക്ക് ആ പർട്ടിക്കുലർ റീജിയനെ കംപ്ലീറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആവറേജ് ഡെപ്ത് ഓഫ് ഓഷൻ അവർ എത്രയാണ് അസ്യൂം ചെയ്യുന്നത്? 67.4. അപ്പൊ സോ യു നോട്ട് എന്ന് പറയുന്നത് 67.4 ആയിരിക്കും. ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ തന്നിട്ടുള്ള എന്താണ്? 0.01 ഈക്വൽ ടു 1% ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം സാമ്പിൾ സൈസ് 40 ആണ്, ഗ്രേറ്റർ ദാൻ 30 ആണ്. സോ നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, പോപ്പുലേഷൻ മീനിന്റെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എച്ച് നോട്ടും H1ഉം ഡിഫൈൻ ചെയ്യണം. എച്ച് നോട്ട് എന്താണ് വരിക? എച്ച് നോട്ട് എപ്പോഴും നമ്മൾ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുള്ള രീതിയിലാണ് എഴുതുക. മ്യൂ നോട്ട് ആരാണ്? 67.4. H1 നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ വരിക? ഇവിടെ 67.4 ആണോ അല്ലയോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള വേറെ വേർഡ്സ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പൊ എന്താ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരിക? മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. ദാറ്റ് മീൻസ് 67.4. സോ ഇതെന്താണ്? 2 tailed ടെസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? Z കണ്ടെത്തണം. Zന്റെ ഇക്വേഷൻ എന്താ? എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ അല്ലെ? സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടെത്തുക? ഇവിടെ എസ് ആണ് തന്നിട്ടുള്ളത്, സാമ്പിളിന്റെ വേരിയൻസ് തന്നിട്ടുള്ളത്. സോ എസ് ബൈ റൂട്ട് എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യണം. എസ് എത്രയാണ്? 5.4. എൻ എത്രയാണ്? 40. സോ റൂട്ട് 40. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ എന്ന് പറയുന്നത് 69.3 ആണ്, മ്യൂ നോട്ട് എന്ന് പറയുന്നത് 67.4 ആണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ 5.4 ഡിവൈഡഡ് ബൈ റൂട്ട് 40 വിച്ച് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 2.225 ആയിരിക്കും നമുക്ക് കിട്ടുക. സോ സെറ്റിന്റെ വാല്യൂ കിട്ടി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ കണ്ടെത്തുക. ആൽഫ എത്രയാണ് തന്നിട്ടുള്ളത്? 1% ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ, ഇവിടെ 2 tail ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആരെയാണ് കണ്ടെത്തേണ്ടത്? Z ആൽഫ ബൈ 2 ആണ് കണ്ടെത്തേണ്ടത്. 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ Z ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്താണ്? 2.58 ആണ് അല്ലെ? ഇനി ഫിഫ്ത് സ്റ്റെപ്പ് കൺക്ലൂഷൻ ആണ്. 2 tail ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എങ്ങനെയാ വരിക? നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ആൽഫ ബൈ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാം അല്ലെ? അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയും. ഇവിടെ നമുക്ക് മോഡ് Z എന്താ കിട്ടുന്നത്? മോഡ് Z എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 2.225 വിച്ച് ഇസ് ഈക്വൽ ടു 2.225 തന്നെയാണ്. മോഡ് സെറ്റും Z ആൽഫ ബൈ 2 തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോഡ് Z ലെസ് ദാൻ Z ആൽഫ ബൈ 2 അല്ലേ? സോ നമുക്ക് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എച്ച് നോട്ട് എന്താണ്? അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്?
നമ്മുടെ ആവറേജ് ഡെപ്ത് ഓഫ് ഓഷ്യൻ അറ്റ് എ പർട്ടിക്കുലർ റീജിയൻ എന്ന് പറയുന്നത് 67.4 ഫാത്തംസ് തന്നെയാണ് എന്നാണ് ഇതിന് മീനിങ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് ഡെപ്ത് ഓഫ് ഓഷ്യൻ അറ്റ് പർട്ടിക്കുലർ റീജിയൻ ഈസ് 67.4 ഫാത്തംസ്. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും 2 ടൈൽ ടെസ്റ്റ് ആയിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടൈൽഡ് ടെസ്റ്റിന്റെ പ്രോബ്ലംസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാം.